ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി കാലത്ത് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പണിംഗ് സ്ട്രൈക്കിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്റ്റോക്സുകളിൽ നിന്ന് നമ്മൾ നല്ലൊരു സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്സ് നമുക്കാണെങ്കിൽ ഡേ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സ്ട്രൈക്കിന് അടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സ്ട്രൈക്കിന് അടുത്ത് ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്സുകളും കിട്ടാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഡൗൺ ആയ കാരണം കൊണ്ട് തന്നെ ഒരു സ്റ്റോക്സ് പോലും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സ്ട്രൈക്കിന് അടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ട് സ്ട്രൈക്കിന് അടുത്ത് ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ടെക്കം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടെക്കമ്മിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത് 1600 ആണ്. അപ്പോൾ ഈ ടെക്കമ്മിൽ ഈ 1600 ലെവൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടെക്കമ്മിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ടെക്കമ്മിൻ്റെ ഞാൻ ചാർട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇത് ടെക്കമ്മിൻ്റെ ചാർട്ടാണ്. ഞാൻ പിന്നെ നമ്മൾ 1600 ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 1600 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് മാർക്കറ്റിലെ സ്ട്രോങ് സപ്പോർട്ടാണ്. കാരണം ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് പുട്ട് സ്ട്രൈക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ വേറെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ തൊട്ടടുത്തുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. കാരണം ഈ ഒരു ലോ എടുത്തിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലോയും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ 1600 ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചാൻസ് ആണ്. അതേപോലെ തന്നെ ഈ 1596 താഴെയാണ് 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെൽ ചാൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ലെവൽ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മുടെ 1600 ലെവൽ ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം ആ ലെവൽസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോസിങ് ലെവലിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവലിൽ നമുക്ക് ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടത് നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെയോ അതല്ലെങ്കിൽ 1596 ലെവലിന് താഴെയോ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ ടാർഗറ്റായിട്ട് കാണേണ്ടത് ഇനി അടുത്ത് ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസുകൾ ടച്ച് ചെയ്യുന്ന ഏരിയ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ ടാർഗറ്റായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവൽ ടാർഗറ്റായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ഇപ്പോൾ റെസിസ്റ്റൻസായി വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ ടാർഗറ്റ് നമ്മളിവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഈ ഒരു 1600 ലെവൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് ലെവലാണെന്നും ആ ഒരു ലെവൽ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടാണെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലെവൽ മാർക്ക് ചെയ്തു. മാർക്കറ്റ് എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് ആണ് ഓപ്പൺ ചെയ്തത്. അതിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു ബൈ ചാൻസ് ആണെന്ന്. അവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, അതിനുശേഷം ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡലിൽ താഴെയോ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത സപ്പോർട്ടിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം. പിന്നെ നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഏരിയ ഏതാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഇതുപോലെ കയറി പോകാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ലെവലിൽ ടാർഗറ്റ് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി ഈ ഇത്തരം സ്റ്റോക്സുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഡെയിലി ആ ഒരു ലിസ്റ്റ് കൊടുക്കാറുണ്ട്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവലിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകൾ. അത് ഇതേപോലെ നിങ്ങൾ ചാർട്ട് ഓപ്പൺ ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക കുറച്ച് ദിവസങ്ങളിൽ. അത് നിങ്ങൾക്ക് നല്ല വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സിനും ഓപ്ഷൻ ചെയിൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷൻ ചെയിനിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്കും പുട്ട് സ്ട്രൈക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്സിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസും സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്റ്റോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റോക്സുകളാണ് തൊട്ടടുത്ത് ട്രേഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളുടെയും ആ ഒരു ലെവൽസ് അറിയണമെങ്കിൽ, അതായത് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് nicholasneela.com വിസിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പൊസിഷനിൽ
CNPE ഹയസ്റ്റ് OA കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്കിത് കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ലെവൽസ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ സ്റ്റോക്സിൻ്റെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവലും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് ലെവൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സ്റ്റോക്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഏതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സിൻ്റെയും കിട്ടണമെങ്കിൽ ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.